ഇന്നത്തെ റെസിപ്പി കടച്ചക്ക വെച്ചിട്ടുള്ള ഡിഷസാണ്. ഇപ്പോൾ അതിൻ്റെ സീസണാണ്, കുറേ കടച്ചക്ക കിട്ടാനുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കുറേ ഡിഷുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു 3 റെസിപ്പി ഞാനിപ്പോൾ ചെയ്യാം. ഒന്ന് ഫ്രൈ ആണ്, ഒന്ന് പായസം, അതുപോലെ ഒന്ന് ബജി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക്. നമ്മൾ ആദ്യം ചെയ്യുന്നത് കടച്ചക്ക ഫ്രൈ ആണ്. കടച്ചക്ക ചെറുതാക്കി സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തതാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പെരുംജീരകം പൊടി ഉണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്താൽ നല്ലതാണ്. ഇനി ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാം. പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ട് അതിലിട്ട് ഫ്രൈ ചെയ്യാം. മസാല പറ്റിയത് അരമണിക്കൂറായി. ഇനി ഇതിൽ ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക. നമ്മൾ സാധാരണ ചേന ഫ്രൈ ഒക്കെ ചെയ്യും. ചേന ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയധികം എണ്ണ ഒഴിക്കാറില്ല. നമുക്ക് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ഇങ്ങനെ ഒരു മാതിരി കിലുകില് ശബ്ദമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോഴാണ് നമ്മളിത് എടുക്കേണ്ടത്. ഇത് ചൂടോടെ കഴിക്കേണ്ടതാണ് കേട്ടോ. കടച്ചക്ക ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി കടച്ചക്ക ബജി. കടച്ചക്ക നല്ല സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. തീരെ തിന്നല്ല കേട്ടോ, ഒത്തിരി ഒരു കട്ടിയൊക്കെ ഉണ്ട്. അതിനുള്ള മാവുണ്ടാക്കാം. ബജി സാധാരണ നമ്മൾ ബജിക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. കടലമാവ്, കുറച്ച് പെരിഞ്ചീരകം, മുളക് പൊടി ഇതിൽ നന്നായിട്ട് ചേർക്കുക. നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഈ കടച്ചക്കയിൽ നന്നായിട്ടൊക്കെ ഒന്ന് പുരട്ടി വയ്ക്കുകയാണെങ്കിൽ അങ്ങനെയും നല്ലതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടിയൊക്കെ പുരട്ടി വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ തന്നെ കുഴപ്പമില്ല. ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. കുറച്ച് മുളക് പൊടി എരിവിനനുസരിച്ച്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായം പൗഡർ, കുറച്ച് കറിവേപ്പില കൈകൊണ്ട് മുറിച്ചിട്ട് ഇടുകയാണ്. കറിവേപ്പില കുറച്ച് അധികം ഉണ്ടെങ്കിൽ നല്ലതാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തിക്ക് ബാറ്ററാക്കും. ഇതിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ഫ്രൈ ആയി. ഇനി കോരിയെടുക്കാം. ഇപ്പോൾ ബജി ഉണ്ടാക്കി കഴിഞ്ഞു. ബജി നല്ല ക്രിസ്പിയാണ് കേട്ടോ. നല്ല ചൂടോട് കൂടി കഴിക്കണം. സോസ് കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കഴിക്കാം. അങ്ങനെ വേണം നിർബന്ധമില്ല. ബാക്കിയുള്ള ഏത് ബജീനെക്കാട്ടിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബജി തന്നെയാണിത്. നമുക്ക് അടുത്തത് പായസം. കുറച്ച് കടച്ചക്ക പൊറിച്ചത് കുക്കറിലേക്ക്. കുറച്ച് വെള്ളം മതി, പെട്ടെന്ന് കുക്കാവുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കുക്കർ അടച്ച് വെച്ച് 2-3 സ്റ്റീം വരുമ്പോഴേക്ക് കുക്കാവും. എന്നിട്ട് ഓഫാക്കിയിട്ട് എടുക്കാം. 2-3 സ്റ്റീം വന്നപ്പോഴേക്ക് തന്നെ ഇത് വെന്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഉടയ്ക്കും. കുറച്ച് നെയ്യ് ഇതിലേക്ക് തേങ്ങാക്കൊത്തിടാം. കുറച്ച് കാഷ്യൂ, കോരിയെടുക്കാം. വേവിച്ചുടച്ച് വെച്ചിട്ടുള്ള നെയ്യിൽ നന്നായിട്ട് വഴറ്റും.
ശർക്കരപ്പാനി ഉണ്ടാക്കിയതാണ്, അതൊഴിക്കാം. ഞാൻ 3 വലിയ ശർക്കര എടുത്തിട്ടിട്ട് നന്നായിട്ട് ഇതിലേക്ക് ചേരണം. ഇങ്ങനെ ഇളക്കി അതന്നെ ഇതിലേക്ക് ചേരും. അത് ഇനി അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചൂടുള്ളതാകുമ്പോൾ ശ്രദ്ധിക്കണം, ഒന്ന് ചൂടാറിയിട്ട് മിക്സിയിലിട്ടാൽ മതി, അല്ലെങ്കിൽ ടോപ്പൊക്കെ തുറന്ന് പുറത്ത് വരും. ഇങ്ങനെയായിട്ട് അതിൽ കുറച്ച് കുഞ്ഞ് പീസസ് ആയിട്ടുണ്ട്, അത് പ്രശ്നമില്ല കേട്ടോ. നല്ല വരട്ടി ഒരു ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തിള വരാൻ തുടങ്ങുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കും. ഇനിയിപ്പോൾ ഒരുപാട് കുക്കിംഗ് ഒന്നുമില്ല, അതുകൊണ്ട് കട്ടിയുള്ള തേങ്ങാപ്പാൽ കുറച്ച് ഒഴിക്കുക. എന്നിട്ട് തേങ്ങയിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട്, ഒരു തേങ്ങയിൽ നിന്നുള്ള പാലുണ്ട്, ചൂടുവെള്ളം ഒഴിച്ചിട്ട് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ 2ാം പാല്, 1ാം പാല്, 3ാം പാല് എന്നൊന്നും പറഞ്ഞെടുക്കണ്ട, എല്ലാം കൂടെ ഒന്നിച്ചിട്ട് എടുത്തു. അതിന് കുറേശ്ശെ ഒഴിച്ചിട്ട് ബാക്കിയുള്ള പാൽ ഒഴിക്കും. തേങ്ങാക്കൊത്ത്, കാഷ്യൂ, ഏലക്ക, ചെറുതായിട്ട് തിള വന്നു തുടങ്ങി. അപ്പോൾ ഓഫാക്കാം. ഒരു തേങ്ങയിൽ നിന്ന് ഒന്നിച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് പാലെടുത്തിട്ട് അത് വെച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കാരണം 1ാം പാൽ ഒഴിച്ചിട്ട് വേവിക്കുക, 2ാം പാൽ ഒഴിച്ചിട്ട് അങ്ങനെയൊന്നും ആവശ്യം വരുന്നില്ല, കാരണം ഇതെല്ലാം ഓൾറെഡി കുക്ക്ഡാണ്, പെട്ടെന്ന് ചെയ്യണം. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്. ഈ ഫ്രൈ എന്ന് പറയുമ്പോൾ നമ്മൾ ചേന ഫ്രൈ ഒക്കെ പോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം ചൂടോടുകൂടി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചൂടാറിയ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല ഒരു പൊടിയായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.